ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും പിന്നെ കുറച്ച് നമുക്ക് വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തെങ്ങാണ്ട് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. എല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ ചെറിയൊരു കിഴങ്ങും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളിൻ്റെ അല്ലും ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു തക്കാളി അതും ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ എരിവിന് ആവശ്യത്തിലുള്ള മുളകും, പിന്നെ കുറച്ച് ഗ്രീൻ പീസാണ്. അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഈ പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സവാളയോടും ചേർത്ത് കൊടുക്കണം. സവാള ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങും ചേർത്ത് കൊടുക്കുക. കിഴങ്ങ് ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങിനൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് 2-3 തവണ ഞാനിത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്ക് അത് തുറന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ കിഴങ്ങൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി കിഴങ്ങ് വെന്തതിന് ശേഷമേ മാത്രമേ നമുക്ക് മറ്റുള്ള ചേരുവകളും ചേർക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട്. 5 മിനിറ്റോളം ഞാനിത് അടച്ച് വെച്ച് വേവിച്ചു. നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും അതിൻ്റെ പാകമാവുന്നവരെ ഒന്ന് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി വേവാൻ വേണ്ടി നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പം തക്കാളിയും അതിൻ്റെ വേവൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്കിതിലേക്കുള്ള മറ്റുള്ളത് മസാലയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആ മസാല ചേർക്കുന്നത് എരിവിന് ആവശ്യമുള്ള കുരുമുളകാണ് കേട്ടോ. കുറച്ച് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഗരം മസാലയെല്ലാം ഇതിലിങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസ് ഞാൻ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പൊക്കെ കുറവുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഈ മസാലയൊക്കെ ഒന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമുക്കിത് വേറെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതിലേക്ക് ബ്രെഡാണ്. ഞാനൊരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാത്തിനും സൈഡ് കട്ട് ചെയ്ത് കളയണം. അപ്പം
ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിൻ്റെ ബാറ്ററാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കിതൊരു ബാറ്ററാക്കി തയ്യാറാക്കി എടുക്കണം. അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ദോശമാവിൻ്റെ പരുവത്തിലൊരു ബാറ്ററാക്കി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്, അതും എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഒരു വെള്ളത്തിൽ കുറച്ചൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തെങ്ങാണ്ട് ഇത് റോളാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബാറ്ററിൽ നിന്ന് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. പൊട്ടിപ്പോവാണെന്നും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബ്രെഡ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ് അതിലേക്ക് നിറച്ചതിന് ശേഷം നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. കണ്ടോ, അപ്പോൾ നെക്സ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. കടായി ചൂടായി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഓയിലൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോരോ നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതിലേക്ക് ചേർത്തിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ വേവിച്ചെടുക്കാം. ഒരു പ്രാവശ്യം വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 പ്രാവശ്യം ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചാൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു വശം ഒന്ന് വെന്തതിന് ശേഷം മാത്രം മറിച്ചിടാനും ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കണമെന്നുള്ളൂ. മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.